സാധനങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ തൂക്കി എടുക്കുന്നു. ശേഷം പേയ്മെൻറ്റ് നൽകുന്ന രീതിയാണ് വളരെ വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ സാധനങ്ങളുടെ പേയ്മെൻ്റൊക്കെ നൽകുന്നതെന്നെങ്കിൽ പല രീതിയിലും ഇവിടെ സാധനങ്ങളുടെ വില നമുക്ക് നൽകാം. കാർഡ് ഉപയോഗിച്ചിട്ട്, ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ ഫോൺ ആപ്പിൾ പേ യൂസ് ചെയ്തിട്ട് നമ്മൾ കൈ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരെ കൈ സ്കാൻ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്തതാണ്. കൈ സ്കാൻ ചെയ്തിട്ടും ഇവിടെ നിന്ന് നമുക്ക് പണം പേ ചെയ്യാം. കാർഡ് എടുക്കാൻ മറന്നാൽ, ഇവിടെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അഥവാ പണം എടുക്കാൻ മറന്നാൽ ഈ ഒരു രീതിയിലും നമുക്ക് പണം അടയ്ക്കാം. കാർഡ് എടുക്കാൻ മറന്നാൽ, ഫോൺ എടുക്കാൻ മറന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ഭയക്കേണ്ടതില്ല. പേ കൊടുക്കുക. ബാഗ് സ്റ്റോറിൽ എത്ര ബാഗാണ് യൂസ് ചെയ്തത്, പേപ്പർ ബാഗിന് എണ്ണം കൊടുക്കുക. ബാഗിൻ്റെ എണ്ണം നൽകി കഴിഞ്ഞു. കൈ വെക്കേണ്ട സ്ഥലം വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച ഡോട്ട് വരും. എത്ര ഹൈറ്റിലാണ്. അതെ, സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ പതിച്ച് വെക്കണമെന്നില്ല, അല്പം ഉയരത്തിൽ വെച്ചാലും മതി. ആ പച്ച ഡോട്ട് വന്നതോടുകൂടി സ്കാൻ ചെയ്ത് കഴിഞ്ഞു. പേയ്മെൻറ്റ് $41.43 നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. യെസ്, അതെ, ഇവിടെ റെസീറ്റും ലഭിച്ചു കഴിഞ്ഞു. പണമടച്ചതിനുള്ള റെസീറ്റും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമുക്ക് പാക്കറ്റിലാക്കി കൊണ്ടുപോകാം. കാലിഫോർണിയൻ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.